ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കാണിക്കുന്നത് ബുള്ളറ്റിന്റെ വീഡിയോ ഒന്നുമല്ല. എൻ്റെ സ്വന്തം വണ്ടിക്ക് കിട്ടിയൊരു പണി എങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാന്നുള്ളതാണ് കാണിക്കുന്നത്. സോൾവ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയില്ല. എന്തായാലും എൻ്റെ ഒരു ഗസ്സിങ് വെച്ച് ഞാൻ ചെയ്യുന്നത്. ഞാൻ ഒരു റോയൽ എൻഫീൽഡ് മെക്കാനിക്കാണ്. കാറിന്റെ കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. അത്യാവശ്യം എൻ്റെ വണ്ടിന്റെ സർവീസുകളൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ അതിന്റെ ബേസിക് ആയിട്ട്, അതായത് പ്രാക്ടിക്കലായിട്ട് ഒരു വണ്ടിയുടെ മുകളിൽ വർക്ക് എടുത്ത്, എഞ്ചിൻ്റെ മുകളിൽ വർക്ക് എടുത്തിട്ട് പ്രാക്ടിക്കലായിട്ട് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും കൂടെ അതിന്റെ ടെക്നിക്കൽ വശങ്ങളെല്ലാം തന്നെ പഠിച്ചിട്ടാണ് ഞാൻ വർക്ക് എടുക്കുന്നത്. അപ്പോൾ ആ ടെക്നിക്കൽ വശം അറിഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ എൻ്റെ വണ്ടിയിൽ ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോൾ ഇതിൻ്റെ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടാവും. കുറച്ച് മുന്നേ ഷോർട്സ് ചെയ്തിരുന്നു. എൻ്റെ ഒരു ഫിയറ്റ് ലിനിയ ടീജറ്റ് ടർബോ പെട്രോൾ വണ്ടി, ഒരു അബാർത്ത് എന്ന് പറഞ്ഞ മോഡൽ കേട്ടിട്ടുണ്ടാവും. അബാർത്തിന്റെ എഞ്ചിൻ ആദ്യം വന്ന ആ ഒരു വണ്ടിയിലാണ്. അപ്പോൾ ആ ഒരു അബാർത്ത് കാറ്റഗറിയിൽപ്പെട്ട ഒരു വണ്ടിയാണ് ലിനിയ ടീജറ്റ് പറഞ്ഞ വണ്ടി. അത് എൻ്റെ അടുത്ത് രണ്ട് വണ്ടി എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഒരു വണ്ടി 6 മാസം മുന്നേ പിന്നെ ഒരു ടാറ്റന്റെ നെക്സോൺ വന്ന് സൈഡാക്കിയിട്ട സമയത്ത് ടാറ്റന്റെ നെക്സോൺ ഇടിച്ച് കയറി അങ്ങനെ ആ ഒരു വണ്ടി പിന്നെ ബാക്കിലെ വീലിന്റെ ആർസിലേക്കാണ് ഇടിച്ചത്. വീലടിച്ച് ആക്സിൽ ബെൻഡായി, റിയർ ആക്സിൽ കംപ്ലീറ്റ് ബെൻഡായി. പിന്നെ വർക്ക്ഷോപ്പ് കൊണ്ടുപോയിട്ട് നമ്മുടെ തൊട്ടടുത്ത് ലോക്കൽ ഒരുപാട് സർവീസ് സെന്ററിൽ കയറ്റാതെ വണ്ടി അവർ നന്നാക്കി തരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ എന്നാലും റിസ്ക് എടുത്ത് അതിന്റെ ബാക്കിൽ നടക്കാൻ പിന്നെ കഴിയാത്തതുകൊണ്ട് കോഴിക്കോട് KVR കൊണ്ടുപോയിടാൻ ഉദ്ദേശിച്ചിരുന്നു. അവർ ക്ലൈം ചെയ്യാന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഞാനെന്തോ എൻ്റെ ഒരു ആ സമയത്ത് ഒരു അശ്രദ്ധ, അതായത് എനിക്ക് മെനക്കെടാനുള്ളൊരു ബുദ്ധിമുട്ടും കൊണ്ടായിരിക്കാം, ഞാൻ നേരെ എടുത്ത് എൻ്റെ തൊട്ട് മുന്നിലുള്ള വർക്ക്ഷോപ്പ് കൊണ്ടുപോയിട്ടു. ശരിക്കും പറഞ്ഞാൽ മണ്ടത്തരായെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അങ്ങനെ ഒരു 6 മാസത്തോളം വണ്ടി അവിടെ കടന്നു. ഞാൻ ഓൾഡ് മാർക്കറ്റിൽ കോയമ്പത്തൂർ വണ്ടി പൊളിച്ച വണ്ടി, ബാക്കിൽ ഡിസ്ക് ബ്രേക്കാണ് ഇതിന് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ സാധാ ലിനിയൻ്റെ ഒന്നും സൂട്ടാവില്ല ആക്സില്. അങ്ങനെ അവിടെ ഒരു ആക്സില് നോക്കി വെച്ചിരുന്നു. അങ്ങനെ നോക്കി വെച്ച അടിസ്ഥാനത്തിലാണ് ഇവന്മാർ കുറച്ച് ഞാനത് പൈസ കറക്റ്റ് ആയിട്ടുള്ള പൈസ അവരോട് പറഞ്ഞു, ഇത്ര എൻ്റെ വണ്ടി നന്നാക്കിച്ചോളാം പറഞ്ഞ് അവരോട് പൈസ വാങ്ങിച്ചു. പക്ഷെ പിന്നീട് ഞാൻ അത് ചോദിച്ചു പോയപ്പോൾ ആൾ കോയമ്പത്തൂരിലെ സാധനം വിറ്റുപോയി. അവർ സോൾഡ് ഔട്ടായി. പിന്നെ സാധനം കിട്ടാനുള്ളതായി. പിന്നെ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ട്. സാധനം കിട്ടാനില്ലാത്തതുകൊണ്ട് ഓർഡർ ചെയ്ത് വരുത്തിച്ച് നോക്കുമ്പോൾ കുറച്ച് 5-6 മാസം കഴിഞ്ഞു ചുരുക്കി പറഞ്ഞ. പിന്നെ വർഷോപ്പേരെ ഒരു എന്തോ ഓരോ തിരക്കുണ്ടോ എന്തായാലും കുറച്ച് അവരൊരു അലസതയുണ്ട് ഈ ഒരു കാര്യത്തിൽ ഇത്രയും വൈകാൻ. അങ്ങനെ വണ്ടിയൊക്കെ റെഡിയാക്കി അയച്ച് കംപ്ലീറ്റ് ഒക്കെ റെഡിയാക്കി പോവാണ്. റെഡിയാക്കി കഴിഞ്ഞാൽ വണ്ടി ടെസ്റ്റ് അടിച്ചാണ് ഇന്ന് ഉച്ചയ്ക്ക് വണ്ടി വീട്ടിൽ കൊണ്ടുപോയിടാൻ കരുതിയിട്ട്. സത്യം പറഞ്ഞാൽ വീട്ടിൽ വണ്ടി കൊണ്ടുപോയിടാൻ സ്ഥലമല്ല. അപ്പോൾ ഇവരിങ്ങനെ വെയിലത്തിട്ട് നശിപ്പിക്കുന്നത് കണ്ടപ്പം ഫിയറ്റിന്റെ എന്തോസിയാസ്റ്റ് ഒക്കെ തിരഞ്ഞെടുക്കുന്ന ഒരു വണ്ടിയാണ് ഫിയറ്റ് ലിനിയ ടീജറ്റ് എന്ന് പറഞ്ഞ വണ്ടി. അത്രത്തോളം റൈഡിങ് കംഫർട്ടും അത്രത്തോളം പിന്നെ പെർഫോമൻസ് തരുന്നൊരു വണ്ടി തന്നെയാണ്. പിന്നെ സേഫ്റ്റിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഫിയറ്റിന്റെ കാര്യത്തിൽ പറയാനല്ലോ. ഫാമിലി റൈഡിനൊക്കെ ഏറ്റവും ഒരു ബെൻസിനോട് സത്യം പറഞ്ഞ ബെൻസിന്റെ തന്നെ ഒരു യാത്രാസുഖം തരുന്ന വണ്ടി തന്നെ പറയാം കേട്ടോ. ആ ഒരു വണ്ടി അത്രയ്ക്കും പെട്രോൾ ആയതുകൊണ്ട് ഒരു സൗണ്ടോ കാര്യങ്ങളോ എഞ്ചിൻ ഓടുന്നവരോ അറിയും കൂടെ അല്ല, ടർബോ ആയതുകൊണ്ട്. അപ്പൊ അങ്ങനെയുള്ള വണ്ടിയാണ്. ഞാൻ ഉച്ചക്ക് ടെസ്റ്റ് അടിക്കാൻ പോയതാണ്. ഉച്ചക്ക് ടെസ്റ്റ് അടിച്ച് വന്ന് നോക്കുമ്പോൾ വണ്ടി ഒരു കയറ്റുന്നത് വണ്ടിയൊക്കെ നിന്നു. വണ്ടി ഞാൻ പെട്രോൾ കഴിഞ്ഞേക്ക് കരുതി കൊണ്ട് 5 ലിറ്റർ പെട്രോൾ ഉണ്ടെങ്കിൽ ഒഴിച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. അങ്ങനെ തിരിച്ച് ഞാൻ നോമ്പായതുകൊണ്ട്, നോമ്പുമായിരുന്നു വെയിലുമായിരുന്നു, സത്യം പറഞ്ഞ ബുദ്ധിമുട്ടായി. ആ ഒരു സമയത്ത് ഞാൻ വണ്ടി തള്ളി, ഞാനും മോനും കൂടെ വണ്ടി തള്ളി സൈഡാക്കി. ഇപ്പൊ ഞാനിപ്പോ നോമ്പൊക്കെ തുറന്ന്, അപ്പൊ എൻ്റെ നിലവിലെ വണ്ടിയുടെ എനിക്ക് തോന്നുന്നു ഇത്രയും കാലം നിർത്തിയിട്ട് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, വണ്ടി ഇത്രയും നിർത്തിയിടുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന ഒരു ഇതാണ് ലോങ് ടൈം പാർക്കിംഗ് ആണ് വണ്ടി. ലോങ് ടൈം പാർക്കിംഗ് കാരണം 6 മാസത്തോളം അവിടെ കടന്നു. 6 മാസം കൂടുതലായാലും സംശയമാണ്. 6 മാസം എന്തായാലും ആയിട്ടുണ്ടാവും. അപ്പൊ അവിടെ കടന്നു. അവിടെ കിടന്നതിന്റെ അടിസ്ഥാനത്തിൽ ഫ്യൂൽ പമ്പ് പ്രഷർ കുറവാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പൊ അത് ഞാൻ ചെക്ക് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിന് ഞാനിപ്പോ ചെയ്തേക്കാം, എനിക്ക് ഏതായാലും വണ്ടി വീട്ടിൽ കൊണ്ടുപോയേക്കണം. എന്നെ നിലവിൽ എൻ്റെ ടീജറ്റ് വേറൊരെണ്ണമുണ്ട്. അതിന്റെ ഫ്യൂൽ പമ്പ് അയച്ചിട്ടാണ് ഞാൻ വന്നത്. അപ്പൊ നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്ത് ഈ ഒരു വണ്ടി സ്റ്റാർട്ടാക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ സാധാരണ ഒരു വണ്ടിയൊക്കെ കുടുങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ എങ്ങനെ ഇത് ഷൂട്ട് ഔട്ട് ചെയ്യാന്നുള്ളത് മിക്കവാറും മെക്കാനിക്സ്. ഇപ്പൊ ഫിയറ്റിന്റെ വണ്ടികൾ വേറെ വിഷയമുണ്ട്. അപ്പൊ നമ്മളെല്ലാ മെക്കാനിക്സിനെയും കൊണ്ട് തൊടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വെട്ടിന്റെ പണി വേറെ കിട്ടും. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഫിയറ്റിന്റെ വണ്ടികൾ കുറെ മുന്നേ നല്ല എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അത്യാവശ്യം പാർട്സും കാര്യങ്ങളും നല്ല എക്സ്പീരിയൻസ് ആണ്. ഏതൊക്കെ വാങ്ങണം ഏതൊക്കെ വരുന്നുണ്ടെന്നുള്ളത്. പിന്നെ ബേസിക്കലി ഞാൻ ഒരു മെക്കാനിക് ആയതുകൊണ്ട് അതിന്റെ വർക്കിംഗ്, ഇപ്പം വരുന്ന വാഹനം റോയൽ എൻഫീൽഡ് അതേമാതിരി വണ്ടികൾ, പുതിയ ജനറേഷൻ വണ്ടികളും സെയിം കാറിന്റെ ടെക്നോളജി തന്നെയാണ്. അപ്പോൾ സെൻസറിന്റെ കാര്യങ്ങളൊക്കെ ഏകദേശം അത് തന്നെയാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് സെൻസറിന്റെ കാര്യങ്ങളും ആദ്യമേ പഠിച്ചു വെച്ചുകൊണ്ടും എല്ലാ കാര്യങ്ങളും അതിനെ കുറിച്ച് അറിയാവുന്നതുകൊണ്ടും ഞാൻ എൻ്റെ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ എൻ്റെ ഒന്ന് കൂടെ നിൽക്കുക. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, ഞാൻ ഇപ്പൊ നിലവിലുള്ളപ്പോൾ ഞാൻ ഇപ്പോൾ കൊണ്ട് ഫിയറ്റിന് പുണ്ടോ മൾട്ടിയേറ്റ് ആണ് ഇപ്പൊ വണ്ടി. ഈ വണ്ടി ഡീസൽ വണ്ടിയാണ്. 3 വണ്ടിയാണ് ഫിയറ്റിന്റെ ഉപയോഗിക്കുന്നത്. 2 ടീജറ്റും ഒരു
പുണ്ടോ ആണ്. പുണ്ടോ റെഗുലർ യൂസിന് ഉപയോഗിക്കുന്നു, ടിജറ്റ് ഫാമിലി ആയിട്ട് യാത്രയും ഉപയോഗിക്കുന്നു. അപ്പൊ ഏതായാലും വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം കേട്ടോ. ഞാൻ 2 വണ്ടി എടുക്കാനുള്ള കാരണം ഞാൻ ഫിയറ്റിന്റെ ഒരു ഫാനാണ്. വണ്ടി കിട്ടുമ്പോൾ എന്തോസിയാസ്റ്റ് ഇറങ്ങുന്ന വണ്ടി ആയതുകൊണ്ട് ഒരു മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ വണ്ടിയാണ് ഒരെണ്ണം. ആ ഒരു 8 വർഷത്തോളം ഞാൻ ഉപയോഗിക്കുന്നു ആ വണ്ടി. പിന്നെ വരുന്ന K01 ഉള്ള വണ്ടി രജിസ്ട്രേഷനുള്ള വണ്ടിയാണ്. ഒരു കേരള വണ്ടിയുണ്ട്. പുറത്ത് പോകുമ്പോൾ ഞാൻ കൂടുതലായിട്ടും മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ വണ്ടിയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കേരളത്തിന്റെ പുറത്തേക്ക് ഉപയോഗിക്കുന്ന ഏറ്റവും അതർ സ്റ്റേറ്റ് വണ്ടിയാണ് ഏറ്റവും നല്ലത് കേട്ടോ. അത് അവിടെ നമുക്ക് രജിസ്ട്രേഷൻ അവിടെ രജിസ്റ്റർ ചെയ്ത വണ്ടിയാണ്. പിന്നെ അതുകൊണ്ട് നമ്മൾ കേരളത്തിൽ നിന്ന് പുറത്ത് പോകുമ്പം തെറി കേൾക്കാതെക്കണമെങ്കിലും ആ ഒരു ഇത് കിട്ടണമെങ്കിലും കേരള വണ്ടി പോയ ആൾക്കാർക്ക്, ഞാനിപ്പോൾ കഴിഞ്ഞ തവണ കോയമ്പത്തൂർ വെറുതെ തെറി പറഞ്ഞു. അപ്പൊ കേരള വണ്ടി കണ്ടു കഴിഞ്ഞാൽ അപ്പൊ ഞാൻ കൂടുതലായും അതർ സ്റ്റേറ്റ് വണ്ടി കൊണ്ട് പുറത്തേക്ക് പോകുമ്പോൾ ചെറിയ ആ ഒരു ഇതിൽ നിന്ന് കുറേയൊക്കെ ഒരു എന്താ പറയാ ഒരു സമാധാനമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അത് നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. അപ്പൊ ഞാൻ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് വണ്ടി. ഫിയറ്റ് കുറച്ച് പൊടിയാണ് കേട്ടോ. ഇത് ടിജറ്റ് ടർബോ പെട്രോൾ. അപ്പം ബാറ്റൊക്കെ ചാർജ് ഇറങ്ങിപ്പോയി, അടിച്ചടിച്ച് ഇറങ്ങിപ്പോയി. എൻ്റെ മറ്റേ വണ്ടിയുടെ ബാറ്റയാണത്. അപ്പം ഞാൻ ബാറ്റ അയച്ചായിരുന്നു. ആദ്യം പോസിറ്റീവ് ലൈൻ തന്നെ കൊടുക്കാൻ ശ്രമിക്കേണ്ടത്. എന്താ കാരണം നമ്മൾ ആദ്യം നെഗറ്റീവ് ചെയ്തതിന് ശേഷം ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാരണവശാൽ, അറിയാത്തൊരു കാര്യം പറയാം, ഏതെങ്കിലും കാരണവശാൽ നമ്മൾ സ്പാനർ കൊണ്ട് ഇത് ടൈറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ബോഡി ടച്ച് ആയി കഴിഞ്ഞാൽ അപ്പം ഷോർട്ട് അടിക്കും കേട്ടോ. ഷോർട്ടായി ഇപ്പോൾ ഈസിയും അടിച്ചു പോവേ. അപ്പോൾ നമ്മൾ ഒരു കാര്യം ആദ്യം തന്നെ പോസിറ്റീവ് ഇത് ചെയ്യുക. അയക്കുന്ന സമയത്ത് ആദ്യം നെഗറ്റീവ് കേട്ടോ. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ആദ്യം പോസിറ്റീവായി ചെയ്തുകൊണ്ട് എന്താണ് പ്രശ്നം വെച്ചാൽ ഞാനിപ്പോൾ ആദ്യം നെഗറ്റീവാണ് ചെയ്തെങ്കിൽ പോസിറ്റീവ് ഏതെങ്കിലും ഇപ്പോൾ അറിയാത്തവർ അതെങ്കിൽ വലിയ സ്പാനറോ എന്തോ ഉപയോഗിച്ച് മുറുക്കാൻ ശ്രമിച്ചാൽ ബോഡിയെ ഷോർട്ടായി പോകും. ഞാൻ പോസിറ്റീവ് ചെയ്തിട്ടുണ്ട്. നെഗറ്റീവ് കൊടുക്കുകയാണ്. ഇതിപ്പം പ്രസ് ചെയ്താൽ മതി, ടൈറ്റ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ബാറ്ററി കൊടുക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ അടുത്ത ടെസ്റ്റ് ചെയ്ത പരിപാടി ഫസ്റ്റ് ഇത് സ്റ്റാർട്ടാവുന്ന ടെസ്റ്റ് ചെയ്യാനുള്ള കാര്യം പിന്നെ നോക്കട്ടോ. ഞാനിതിൻ്റെ കവർ അയച്ചു വെച്ചിട്ടുണ്ട്. കവർ അയച്ചിട്ട് ഇതാ ഇവിടെ ഫ്യൂൽ ലൈൻ, ഈ ഫ്യൂൽ ലൈനിലേക്ക് പെട്രോൾ വരുന്നില്ല. അപ്പോൾ ഫ്യൂൽ ലൈനിൽ പെട്രോൾ വരുന്നില്ല. സാധാരണ വണ്ടി സ്റ്റാർട്ടാവാതെ കാരണം സ്പാർക്ക് ഫ്യൂൽ ഉണ്ടെങ്കിൽ വണ്ടി പെട്രോൾ സ്റ്റാർട്ട് ആവുള്ളൂ. അപ്പോൾ ഈ ഫ്യൂലിലേക്ക് പെട്രോൾ വരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഇതിലാണ് ഇതിപ്പം ഞാൻ അയച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അയച്ച് നേരെ നോക്കിയിട്ട് വെച്ച് പോയതാട്ടോ. ഇതാണ് ഇതിൻ്റെ ഫ്യൂൽ ലൈൻ വരുന്നത് അല്ലേ. ഈ ഫ്യൂലിലേക്ക് നമ്മൾ ഇഗ്നിഷൻ ഓൺ ചെയ്യുന്ന സമയത്ത് പ്രൈമിംഗ് ഉണ്ടാവും, ഫ്യൂൽ പ്രൈമിംഗ് ഉണ്ടാവും. ഫസ്റ്റ് ടൈം പമ്പ് ചെയ്തെടുക്കും. ആ പമ്പിങ്ങിൽ ഈ ഫ്യൂലിലേക്ക് പെട്രോൾ വരുന്നില്ല. അപ്പോൾ അതാണ് ഞാൻ പമ്പിലേക്ക് നോക്കാനുള്ള കാരണം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ബോൾഡർ ടൈറ്റ് ചെയ്യണം കേട്ടോ. ചാവി മിനിറ്റ്. വണ്ടി എന്ന് പറഞ്ഞ ആകെ ഡസ്റ്റ് നാശമാണ് വണ്ടി കേട്ടോ. വണ്ടി നോക്കുക, വണ്ടിയിൽ പൊടിയും കാര്യങ്ങളും നോക്കുക. നമ്മള് കഴിയുന്നത് ഇങ്ങനെയുള്ള വണ്ടികൾ സാധാരണ ഒരു ലോക്കൽ വർക്ക്ഷോപ്പ് കൊടുക്കാതിരിക്കണം. അവർ അതിനോട് അത്ര കെയറിങ് വണ്ടി കൊടുക്കുള്ളൂ. നമ്മൾ ഇങ്ങനത്തെ ഒരു റെയർ വണ്ടികളൊക്കെ കൊണ്ടു നടക്കുന്നത് എന്തിനാ? അതിൻ്റെ ഉള്ള ക്രേസ് കൊണ്ടാണല്ലോ. ആ ഒരു കാര്യങ്ങളൊന്നും അവരെടുത്ത് ഉണ്ടാവില്ല കേട്ടോ. കണ്ടില്ലേ, ഇത് കണ്ടോ, RPM മീറ്റർ വർക്ക് ചെയ്യുന്നു. നമുക്ക് ക്രാങ്ക് ചെയ്യുന്ന RPM മീറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്. നോക്കുക, ചാവിന്റെ സിമ്പിൾ വന്നു പോയി. ഓക്കെ, ഇത് ഓക്കെയാണ് ക്രാങ്ക് ചെയ്യണം. അതായത് ഇതിന്റെ ഇമ്മൊബിലൈസർ ഓക്കെയാണ്. ഇത് കത്തി കിടക്കുകയാണ്, പിന്നെ രണ്ടാമത് ക്രാങ്ക് ചെയ്യാൻ നോക്കണ്ട. പിന്നെ അതേമാതിരി തന്നെ RPM മീറ്റർ വർക്ക് ചെയ്യേണ്ടതിന് ക്രാങ്ക് സെൻസർ ഓക്കെയാണ് കേട്ടോ. നോക്കണ്ട. ഓക്കെ, അപ്പൊ ഇതിന്റെ ഫ്യൂൽ പിന്നെ പമ്പിങ്ങിന്റെ ശബ്ദമൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷെ ഫ്യൂൽ പമ്പ് പ്രഷർ കുറവാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ട്. നോക്കാം. ഞാൻ അതിന് എൻ്റെ വണ്ടിയുടെ പമ്പാണിത്. ഞാനിപ്പോൾ നിലവിൽ വീട്ടിലുള്ള ടിജറ്റിന്റെ പമ്പ് അയച്ചു വരുന്നതാണ്. ആ പമ്പാണിത്. എൻ്റെ കപ്ലർ ഊരിയിട്ടുണ്ട്.
ഇത് അയക്കാന് കുറച്ചൊരു പ്രസ് ചെയ്യാൻ കൈ എത്താത്തടുത്താണ്. നോക്കുക, ഒന്ന് അയച്ചിട്ടുണ്ട്. ഇത് റിട്ടേൺ ലൈനാണ്, ഇത് പമ്പിങ് ലൈനാണ് കേട്ടോ. അപ്പം നമുക്ക് പമ്പിൽ നിന്ന് ഓൺ ആക്കി നോക്കാം എത്രത്തോളം പ്രഷർ ഉണ്ട് എന്നുള്ളത്. പമ്പ് ഓണാക്കി ഇവിടെ നിന്ന് ഓണാക്കാൻ പറയാ. രാത്രിയാണ് കേട്ടോ. നോക്കുക, ഞാൻ ഓൺ ചെയ്യാണ്. സോറി, ആയിട്ടില്ല, കണക്ഷൻ കൊടുത്തിട്ടില്ല. ഉണ്ട്. ഓക്കെ, ആ ഉണ്ടോ? ആ ഒന്നൂടെ. അപ്പൊ എന്റെ കൈ വെച്ചിട്ട് കണ്ടില്ലേ, പ്രഷർ പറ്റ കുറവാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു പ്രഷർ കൊണ്ടായിരിക്കും, പ്രഷർ കുറവായതുകൊണ്ടായിരിക്കും എൻ്റെ ഒരു നമ്മളത് ഗേജ് ചെക്ക് ചെയ്യുന്ന കൈ വെച്ചാൽ തന്നെ അറിയാൻ പറ്റുന്നുണ്ട് പ്രഷർ കുറവാണ്. ശരിക്കും കൈ ശരിക്കും ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് മുകളിലേക്ക് അത്രയ്ക്ക് പ്രഷർ ഉള്ളതുകൊണ്ട് കൈ കൊണ്ട് പ്രസ് ചെയ്ത് പിടിക്കാൻ നല്ല പറ്റിയെന്നുള്ളൂ. അത്രയ്ക്ക് പ്രഷറാണ് വരിക. അപ്പം ഇതൊരു കൈ കൊണ്ട് പ്രസ് ചെയ്ത് പിടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഈ പമ്പ് ഒന്ന് മാറ്റി നോക്കാം നമുക്ക് കേട്ടോ. അപ്പൊ നേരത്തെ ആ ഒരു നോമ്പിന്റെ സമയമായതുകൊണ്ട് എനിക്ക് നട്ടുച്ച സമയത്ത് ഞാൻ എൻ്റെ ഒരു കഷ്ടകാലത്തിന് ആ സമയത്ത് എൻ്റെ വണ്ടി വർക്ക്ഷോപ്പിൽ ചെറുങ്ങനെ ഒരു ഗ്യാപ്പ് കിട്ടിയ വണ്ടി അങ്ങ് എടുത്ത് വീട്ടിൽ കൊണ്ടുപോയിടാന്ന് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ചിലപ്പോൾ ഒഴിവില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ വണ്ടി അങ്ങനെ ആയിപ്പോയത്. ഇതിപ്പോ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരാഴ്ച എന്നെ ഇവിടെ വിളിക്കുന്നു. എനിക്ക് കൊണ്ടുപോയിക്കാൻ ഒന്നും അത് വീട്ടിലും സ്ഥലമില്ല, പിന്നെ അങ്ങനത്തെ ഒരു കണ്ടീഷനിലായിപ്പോയി. അപ്പൊ ഇന്ന് ചെറുങ്ങനെ സമയം കിട്ടിയ മോനെയും കൂട്ടി വണ്ടി ഒന്ന് കൊണ്ടുപോയി എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. അത് നട്ടുച്ചക്ക് തന്നെ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ ഇറങ്ങിയതാ. അത് ഈ വഴി കുടുങ്ങിപ്പോയി. പമ്പ് അയച്ചെടുത്തുണ്ട്, നോക്കാട്ടോ. പെട്രോൾ നല്ലോണം ഉണ്ട്. നല്ലോണമൊന്നുമില്ല, കാട്ടയം കിട്ടും കേട്ടോ. അത് ഞാന് പെട്രോൾ കഴിഞ്ഞതായിക്കൊന്ന് വിചാരിച്ചിട്ട് കൊണ്ടുപോയി കുപ്പിയിൽ ഒഴിച്ചതാ. ഇനിയിപ്പോ ഏതായാലും ഇതിന്റെയും പ്രഷറും കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിലെത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. അത് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വീട്ടിലെത്തിക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. കോറിങ് കട്ടായി കിടക്കുന്നുണ്ട്. എന്ന് തയ്ക്കുന്ന സമയത്ത് പുറത്തുള്ള ഈ ഭാഗങ്ങളൊന്ന് വൃത്തിയാക്കി കൊടുക്കട്ടോ ആദ്യം തന്നെ, അല്ലെങ്കിൽ നമുക്ക് ഡസ്റ്റൊക്കെ പെട്രോളിലേക്ക് ഫ്യൂവലിലേക്ക് പോകാൻ സാധ്യത ഉണ്ട്, വളരെ കൂടുതലാണ്. ഇതാണ് എൻ്റെ മോളെ കുറച്ച് ഡസ്റ്റ് ഒക്കെ ഉണ്ട്. ഞാൻ തൽക്കാലം വീട്ടിലെത്തിച്ചിട്ട് ബാക്കിയുള്ള വൃത്തിയാക്കലൊക്കെ നടക്കണുള്ളൂ. ഇവിടുന്ന് കൂടി എല്ലാം കൂടെ നടക്കൂല കേട്ടോ. ഞാനിത് പതുക്കെ ഇറക്കുകയാണ് പമ്പ്. പെട്രോൾ ഇരുന്നു. ഞാൻ ഗസ് ചെയ്ത സംഗതികളൊക്കെ ഓക്കെ ആണെന്നതിൽ വണ്ടി സ്റ്റാർട്ടാവും, അല്ലെങ്കിൽ ഇവിടെ ഇട്ട് പോകേണ്ടി വരും. പമ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ബോൾട്ട് ഇട്ടിട്ടില്ല. ഞാൻ തൽക്കാലം എങ്ങനെ വീട്ടിലെത്തിക്കാന്ന് മാത്രമേ ഉള്ളൂ. അവിടെത്തിയ കൊണ്ട് ഞാൻ ഇച്ചി തന്നെ കൊടുക്കണം.
അപ്പോൾ നമുക്ക് ഇതാദ്യം തന്നെ പ്രഷറും ചെക്ക് ചെയ്യാം കേട്ടോ. നേരത്തെ കാണിച്ച പ്രഷറും ഈ പ്രഷറും സെയിം ആണോ നോക്കണ്ടേ. ഇത് അങ്ങോട്ടോട്ട് മാറാതെ നോക്കണേ. അപ്പം ഇനി ഞാൻ ഒന്ന് ഓൺ ആയിക്കുകയാണ് വണ്ടി. അപ്പോൾ ഹൈ പ്രഷറിൽ വരുന്നുണ്ടെങ്കിൽ ഓക്കെ, എൻ്റെ കാര്യം സക്സസ് ആയി എന്ന് വിചാരിക്കാം. മതി മതി മതി. കണ്ടോ, എനിക്കിത് ചവിട്ടിപ്പ് കൈ വെക്കാൻ പറ്റുന്നില്ല, അത്രയും പ്രഷറിലാണ് വരുന്നത്. നമുക്കിത് ഓക്കെ ആയെന്ന് വിചാരിക്കുന്നു. ഇത് അടപ്പിടണം, എങ്ങാനും പെട്രോൾ ലീക്ക് ആയി കഴിഞ്ഞാൽ ഉള്ളിലേക്ക് സ്മെല്ല് വരും, പിന്നെ ആകെ പ്രശ്നമാവും. സ്മെല്ല് പിന്നെ പോകില്ല വണ്ടിൻ്റെ ഉള്ളിൽ നിന്ന്. അവിടെ എത്തുന്നവരാൻ കിടന്നോട്ടെ വെച്ചിട്ടേ. ഓക്കെ, അപ്പോൾ ഞാൻ ഓക്കെ ആണ്. ഇനി ഫ്രണ്ട് നോക്കാം കേട്ടോ. ഞാൻ ആ കണക്ഷൻ കൊടുത്ത് ഒന്നും വാ. ഇവിടെ ഊരി ഇട്ടിരുന്നു. ഓക്കെ, ഇതിൽ തിരിച്ച് കണക്ഷൻ കൊടുത്തിട്ടുണ്ടോ? ഓക്കെ, കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു മിനിറ്റ് ഇങ്ങോട്ട് അടിക്കുക, ലൈറ്റ് അടിക്കുക. നോക്കാം കേട്ടോ. റെഡി ആവട്ടെ, ഇത് പ്രാർത്ഥിച്ചുകൊണ്ട്. ഓക്കെ, സക്സസ്. ചെക്കിംഗ് ലൈറ്റ് ഓൺ ആയിട്ടുണ്ട്. എന്തായാലും സ്കാൻ ചെയ്ത് നോക്കണം. ഇവരെ വർക്കൊക്കെ കഴിഞ്ഞാണ്. ABS ലൈറ്റ് കത്തി നിൽക്കുന്നുണ്ട്. ബാക്കിലെ ആക്സിലിന് മുകളിലെ വർക്ക് എടുത്ത്. നമ്മൾ സാധാരണ ഒരു വർക്ക്ഷോപ്പിൽ കൊടുക്കുമ്പോൾ ഒരുപാട് പരിമിതികൾ നമുക്കുണ്ട്. അതായത് അതിൻ്റെ അവിടെ ഇതിൻ്റെ ഡയഗ്നോസ്റ്റിക് ടൂൾ ഉണ്ടെങ്കിലും OPD ടൂൾ വെച്ചേക്കും. എല്ലാവരും കോമൺ ഒരു എന്താ പറയുക, ഒരു ജനറിക് കോഡ് മാത്രം റീഡ് ചെയ്യാനുള്ള സ്കാൻ ടൂൾ ഒരുവിധം എല്ലാ വർക്ക്ഷോപ്പിലും ഉണ്ടാവുള്ളൂ. സോഫ്റ്റ്വെയർ ഒന്നും അപ്ഡേറ്റഡ് ആയിട്ടുള്ള വർക്ക്ഷോപ്പുകൾ വളരെ കുറവാണ്. അത് വലിയ വലിയ വർക്ക്ഷോപ്പിൽ മാത്രമേ. പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടെടുക്കാൻ ഭയങ്കര പാടാട്ടോ. കാരണം വർഷത്തിൽ 15,000, 20,000, 25,000, 50,000 ഒക്കെ വേണം ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത് എടുക്കാൻ ഒരു വണ്ടിയുടെ. അപ്പോൾ അത്രയും വണ്ടി സ്കാൻ ചെയ്ത് പോയാലേ നമുക്ക് മുതലാവുള്ളൂ. അത് പേഴ്സണലായിട്ട് 2 സ്കാൻ ടൂൾ കൊണ്ടെടുക്കുന്ന ആളാണ്. അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള അനുഭവം എനിക്കറിയാം. എൻ്റെ 2 സോഫ്റ്റ്വെയർ അപ്ഡേഷൻ കഴിഞ്ഞ് ഒന്ന് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഈ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ കറക്റ്റ് കിട്ടില്ല എന്ന് കറക്റ്റ് ഇതിൻ്റെ ഡയഗ്നോസ് ചെയ്യുന്ന കോഡൊന്നും കറക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അത് നമ്മൾ ഒരു കോഡ് കിട്ടി അത് നമ്മൾ ഷൂട്ട് ഔട്ട് ചെയ്യാൻ അതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ പക്കവാറും ഫോൾട്ടൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഏതായാലും ഇപ്പോൾ ഞാനിപ്പോൾ കയറ്റി വർക്ക്ഷോപ്പിൽ സ്കാൻ ടൂളൊന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്കിപ്പോൾ വീട്ടിൽ പോയിട്ട് പേഴ്സണലായിട്ട് സ്കാൻ ചെയ്തതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റണം. ഒന്ന് ABSും കാണുന്നുണ്ട്, ചെക്ക് എഞ്ചിൻ ലൈറ്റും കാണുന്നുണ്ട്. സ്റ്റാർട്ട് ആവാത്തത് കൊണ്ട് ആ സമയത്തുണ്ടായ എന്താ വിഷയങ്ങളും ഉണ്ടായ ഒരു താൽക്കാലിക കോഡായിരിക്കും അത് വന്നത് എനിക്ക് തോന്നുന്നു. ABSന്റെ എന്തായാലും പുറകെ നോക്കണം. വണ്ടി ഓക്കെയാണ്, സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നു, നിങ്ങൾ വണ്ടിയുടെ RPM ഓക്കെയാണ്. അത് RPM മീറ്റർ ഉണ്ട്, സ്ക്രാപ്പ്. അതായത് ചാവി ഓൺ ചെയ്യുന്ന സമയത്ത് ഈ കീൻ്റെ ലൈറ്റ് ഓഫ് ആകുന്നുണ്ടെങ്കിൽ ഇമ്മൊബിലൈസർ ഓക്കെയാണ്, ഒരു പ്രശ്നമില്ല. അപ്പം രണ്ടാമത് ഇഗ്നിഷൻ ഓൺ ക്രാങ്ക് ചെയ്യുന്ന സമയത്ത് RPM മീറ്റർ വർക്ക് ചെയ്യേണ്ട ക്രാങ്ക് സെൻസർ ഓക്കെയാണ്. ഇനി രണ്ടാമത് നമ്മൾ നോക്കാനുള്ളത് ഫയറിങ്ങും, അതായത് സ്പാർക്കും ഫ്യൂലുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫ്യൂൽ ലൈൻ അറിയാമെങ്കിൽ ഫ്യൂൽ ലൈൻ വല്ലതും പൊക്കി നോക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇഗ്നിഷൻ ഓൺ ചെയ്ത് നോക്കുക. ഫ്യൂൽ ലൈൻ വരുന്നില്ലെങ്കിൽ ബാക്കിൽ പെട്രോളിൻ്റെ പമ്പിൻ്റെ ഉള്ളിൽ കണക്ഷൻ, പമ്പിൻ്റെ സൗണ്ട് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. ഇഗ്നിഷൻ ഓൺ ചെയ്യുന്നത് പമ്പ് ഓൺ ചെയ്യുന്ന പമ്പിൻ്റെ സൗണ്ട് അറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു പമ്പ് ഒരു 6 മാസം 7 മാസം വണ്ടി നിർത്തിയിട്ടാൽ മിക്കവാറും പമ്പ് തന്നെ ആയിരിക്കും കംപ്ലൈൻറ്റ് ഉണ്ടാവുക. ഇന്നത്തെ പെട്രോൾ വെച്ച് അങ്ങനെയുള്ള അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും പമ്പാണ് എനിക്കിപ്പോൾ നിലയിൽ വന്ന്. ആ പമ്പ് അഴിച്ച് ചിലപ്പോൾ ക്ലീൻ ചെയ്യണം, വിട്ടു പോയി നമ്മളെന്നെ ചെയ്യാവുന്ന കേസുള്ളൂ. ഞാൻ ക്ലീൻ ചെയ്യും. അപ്പോൾ നിങ്ങൾ വണ്ടി പെട്ട് ഈ ഒരു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക. ഈ ഒരു അറിവിലേക്ക് നമ്മൾ അറിഞ്ഞു വെക്കുക. എന്തായാലും നമ്മളോട് കംപ്ലൈൻറ്റ് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനിപ്പോൾ സാധാരണ ഇതിലിപ്പോൾ ഞാൻ ഈ വണ്ടിൻ്റെ വർക്ക് എടുക്കുന്ന ആളല്ല, ഞാൻ റോയൽ എൻഫീൽഡിൻ്റെ മെക്കാനിക്കാണ്. അപ്പോൾ ഞാനിപ്പോൾ വർഷക്കാരെ കൊണ്ടും വിളിച്ചു കൊണ്ടുവന്ന അവന്മാർ എന്തൊക്കെ കാണിക്കുന്നു എനിക്ക് തന്നെ അറിയില്ല. കാരണം അവിടെ ഇവിടെയൊക്കെ പൊട്ടിച്ചു. ഞാനെനിക്ക് എൻ്റെതായ ഒരു ഐഡിയ വെച്ച് ഞാൻ പമ്പിലേയും നോക്കി കറക്റ്റ് നോക്കി കണ്ടുപിടിച്ച് രാത്രി പോയി വീട്ടിൽ പോയി പിന്നെ മറ്റേ വണ്ടിയുടെ നിലവിലുള്ള വണ്ടിയുടെ പമ്പ് അയച്ചു കൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വണ്ടികൾ ഉപയോഗിക്കുന്ന ആൾക്ക് ഒരു അവയർനെസ്സിന് വേണ്ടി ഒരു പിന്നെ എന്തായാലും നമ്മൾ വണ്ടി കുടുങ്ങി കഴിഞ്ഞാൽ പാനിക്കാവാതെ എന്തൊക്കെ ശ്രദ്ധിക്കാം എന്നുള്ളത് അത്യാവശ്യം സ്പാനറും
ലൂസാക്കാനും ടൈറ്റ് ആക്കാനും അറിയുന്ന ആളുകൾക്ക് കൂളായിട്ട് ചെയ്യാവുന്ന ഒരു കേസേ ഉള്ളൂ കേട്ടോ. കാരണം ഒരു പമ്പ് വേറെ വേണമെന്നുള്ളൂ, പമ്പില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ എനിക്ക് വേറെ പമ്പുള്ളതുകൊണ്ടാണ് അപ്പൊ ചെയ്ത്. അപ്പൊ എന്നാ ആണെങ്കിലും കൂടെ എനിക്ക് പമ്പാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പമ്പിന്റെ കാര്യത്തിലേക്ക് കിടക്കാവുന്നുള്ളൂ. പമ്പാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് പമ്പിന്റെ കാര്യം നോക്കിയിട്ട് അതെല്ലാം കണ്ടമാന സാധനങ്ങൾ അയച്ച് എടുത്ത് പണിത് അവസാനം കണ്ടുപിടിക്കുന്ന മാതിരിയല്ല. പമ്പിന്റെ വിഷയങ്ങൾ മിക്കവാറും സംഭവങ്ങൾ പമ്പ് വർക്ക് ചെയ്യുന്നുണ്ടാവാം, അതിന്റെ പ്രഷർ കുറവുകൊണ്ടായിരിക്കാം. അപ്പൊ ആ കാര്യങ്ങൾ ചില വർഷക്കാർ ചിലപ്പോൾ കണ്ടുപിടിക്കാൻ സമയം എടുക്കുന്നു വരും. അപ്പൊ ഇത് നമുക്ക് ഏകദേശം ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മെക്കാനിക്കിനോട് പറഞ്ഞിട്ട് അവർക്കും വർക്ക് ഈസി ആയിരിക്കും, നമുക്ക് ക്യാഷ് ലാഭമായിരിക്കും. അപ്പം പുതിയൊരു വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.